ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടുഡേയ്സ് വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ പ്രഗ്നൻസി ആൻഡ് ഡെലിവറി, അത് കഴിഞ്ഞിട്ടുള്ള പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ കേട്ട് കഴിയുമ്പോൾ കുറച്ച് പേർക്കെങ്കിലും തോന്നും ഞങ്ങളുമൊക്കെ ഈ സ്റ്റേജിൽ കൂടെയൊക്കെ കടന്നു പോയിട്ടുള്ള ഇതിപ്പോൾ ഇത്രയ്ക്ക് പറയാനുണ്ടോ എന്നൊക്കെ തോന്നും. അപ്പോൾ അങ്ങനെയുള്ള ആളുകളോട് എനിക്കൊന്നും പറയാനായിട്ടില്ല. മറിച്ച് ചെറിയ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ ഈ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് പീരിയഡ്സിൻ്റെ ഒക്കെ ഭയങ്കരമായിട്ടുള്ള പെയിൻ വന്നിട്ട് നമുക്ക് സഹിക്കാൻ പറ്റാണ്ട് വരുമ്പോൾ ടീച്ചേഴ്സിൻ്റെ ഒക്കെ എടുത്ത് ചെന്നിട്ട് പറയും. അപ്പോൾ ഈ പീരിയഡ് പെയിൻ ഒരിക്കലും അനുഭവിച്ചിട്ടില്ലാത്ത ചില ടീച്ചേഴ്സിൻ്റെ ഒരു റെസ്പോൺസ് ഉണ്ട്. നമുക്ക് തോന്നിപ്പോകും ഇതിൽ ഭേദം ഈ വേദന സഹിക്കുന്നതായിരുന്നെന്ന്. ഒരിക്കലെങ്കിലും ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്ത ഒരാൾക്കും മനസ്സിലാവത്തില്ല. നമ്മൾ എത്ര പറഞ്ഞാലും ഒരു പീരീഡിൻ്റെ പെയിൻ എന്നാന്നുള്ളത് മനസ്സിലാവത്തില്ല. അതുപോലെ തന്നെയാണ് കേട്ടോ കുറച്ച് ഗൈനക്കോളജിസ്റ്റുകളും ഒക്കെ ഉണ്ട്. നമ്മൾ പീരീഡ് പെയിൻ ആണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡോക്ടറെ കാണാൻ ചെന്ന് കഴിഞ്ഞാൽ അതൊക്കെ പെൺപിള്ളേർക്കുള്ളതാണ് എന്നുള്ള ഭയങ്കര റൂഡായിട്ടുള്ള ഒരു മറുപടിയൊക്കെ കേട്ടിട്ട് നമുക്ക് പോരേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് പ്രഗ്നൻസി അല്ലെങ്കിൽ ഡെലിവറി റിലേറ്റഡ് ആയിട്ട് ഒന്നും സഹിച്ചിട്ടില്ലാത്ത ആളുകൾക്ക് ഇതൊന്നും ഒരിക്കലും മനസ്സിലാകില്ല. അതിൽ കൂടെ എനിക്ക് തോന്നുന്നു ഇതൊന്നും ഒരിക്കലും സഹിച്ചിട്ടില്ല, അതായത് പ്രഗ്നൻസി കൂടി ഒന്നും കടന്നു പോയിട്ടില്ലാത്തവർക്ക് പോലും മനസ്സിലാകും. പക്ഷേ പ്രഗ്നൻസിയും ഡെലിവറിയും, സാധാരണ ഒരു പ്രഗ്നൻസി ഡെലിവറി അങ്ങനെയൊക്കെ കടന്നു പോകുന്നവർക്ക് ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ ചിലപ്പോൾ പറ്റത്തില്ല. അവർക്കത് ഇമാജിൻ ചെയ്യാനോ അല്ലെങ്കിൽ അത് അവരെ കൊണ്ട് ഒട്ടും പറ്റത്തില്ല എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ സ്കിപ്പ് ചെയ്ത് പോവുക. പിന്നെ ഈ ഒരു സ്റ്റോറിയുടെ പറയുന്നതിൻ്റെ കാര്യം കുറച്ച് പേർക്കെങ്കിലും ഇതുകൊണ്ട് ഗുണം ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ പ്രഗ്നൻ്റ് ആവാൻ പോകുന്ന ആളുകൾ ഒരിക്കലും നമ്മൾ വിചാരിക്കരുത് ഇതിങ്ങനെ നമ്മൾ ഈ പുസ്തകത്തിലൊക്കെ കവികളും അല്ലെങ്കിൽ കഥ എഴുതുന്നവരും അല്ലെങ്കിൽ സിനിമയിലൊക്കെ കാണുന്നത് പോലെ അത്ര സ്വീറ്റ് ആയിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല പ്രഗ്നൻസിയും അല്ലെങ്കിൽ ഡെലിവറി എന്നൊക്കെ പറയുന്നത്. എല്ലാവരുടെ അനുഭവം അല്ല കേട്ടോ ഞാൻ പറയുന്നത്, എൻ്റെ കാര്യമാണ് പറയുന്നത്. അല്ലെങ്കിൽ പോലും ജനറലി പറയുവാണെങ്കിൽ പോലും നമ്മുടെ മലയാളത്തിൽ സുഖപ്രസവം എന്ന് പറയുന്ന ഒരു വാക്ക് യാതൊരു പ്രസക്തി ഇല്ലാത്തൊരു വാക്കാണ്. അങ്ങനെ അർത്ഥം വരുന്ന ഒരു കാര്യം ഈ ലോകത്തില്ല. ഒരു പ്രസവത്തിനും ഒരു സുഖവും ഇല്ല. ആരും സുഖിച്ചല്ല പ്രസവിക്കുന്നത്, നല്ല കഷ്ടപ്പെട്ട് തന്നെയാണ്. അപ്പം അതിൽ എന്താണ് എനിക്ക് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 1000 പേരിൽ ഒരാൾക്ക് അല്ല 1,00,000 പേരിൽ ഒരാൾക്കൊക്കെ സംഭവിച്ചിട്ടുള്ള കാര്യമായിരിക്കും. എങ്കിൽ പോലും നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ പ്രഗ്നൻസി ഡെലിവറി എന്നൊക്കെ പറയുന്നത് ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ളൊരു കാര്യമാണെന്നും വിചാരിച്ച് ഇതിൽ ചെന്ന് എന്താണ് അതിൽ കൂടി കടന്നു പോകുമ്പോൾ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കും. ഞാനൊക്കെ അങ്ങനെ കടന്നു പോയിട്ടുള്ള ഒരാളാണ്. അതായത് പ്രഗ്നൻ്റ് ആവുന്ന സമയത്തൊന്നും കുഞ്ഞുണ്ടായതിന് ശേഷമുള്ള കാര്യങ്ങൾ എങ്ങനെയായിരിക്കും എന്നോ അല്ലെങ്കിൽ പ്രഗ്നൻസിയിൽ നമുക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെ ഉണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകൾ എന്താണെന്നൊന്നും ഒരിക്കൽ പോലും വെറുതെ പോലും ഒന്ന് ചിന്തിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രഗ്നൻസിയിൽ നമുക്കുണ്ടാവുന്ന കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ വന്നപ്പോഴത്തേക്കും എനിക്കത് സഹിക്കാവുന്നതിലും അപ്പുറത്തായിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് പേർക്കെങ്കിലും ഒന്ന് പ്രിപ്പയർഡ് ആയിട്ട് പ്രഗ്നൻസിയിലേക്കൊക്കെ പോകാനായിട്ട് ഒരു സെക്കൻഡ് തോട്ടിലേക്ക് ചിലപ്പോൾ ഒരു പക്ഷേ ഈ വീഡിയോ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുമായിരിക്കും കേട്ടോ. അപ്പം നമുക്ക് നമ്മുടെ പ്രഗ്നൻസി സ്റ്റോറിയിൽ നിന്ന് തുടങ്ങാം. പിന്നെ ഡെലിവറിയുടെ കാര്യങ്ങൾ, ഡെലിവറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ട്രാജഡി ആയിരുന്നു കേട്ടോ. എൻ്റെ ഡെലിവറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മരിച്ച് ജീവിച്ച് തിരിച്ചു വന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ജീവിക്കണം എന്നോ അല്ലെ ജീവിതത്തിൻ്റെ ഒരു അർത്ഥവും ഒക്കെ എനിക്ക് മനസ്സിലായത് എൻ്റെ രണ്ടാമത്തെ ഡെലിവറിക്കൊക്കെ ശേഷമാണ്. ഒരു ജീവൻ രണ്ടാമത് തിരിച്ച് കിട്ടിക്കഴിഞ്ഞപ്പം ജീവൻ്റെ ഒരു വില എന്നാന്നുള്ള മനസ്സിലായ ഒരു അവസ്ഥയിൽ കൂടിയൊക്കെ ഞാൻ കടന്നുപോയി. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ആരും അത് കണ്ട് പേടിക്കാനല്ല, കേട്ടിട്ട് പേടിക്കാനൊന്നും അല്ല ഞാൻ പറയുന്നത്. ആർക്കെങ്കിലുമൊക്കെ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവാം. ഒരു നല്ല വിഭാഗം അല്ലെങ്കിൽ ഒരുപാട് പ്രഗ്നൻസികളും വളരെ നോർമലായിട്ട് തന്നെയാണ് പോകുന്നത്. പക്ഷേ ചിലർക്കെങ്കിലും ഇങ്ങനെയുള്ള ട്രാജഡികളൊക്കെ സംഭവിക്കാം. അപ്പോൾ അതിന് ശേഷം ഡെലിവറിക്ക് ശേഷം പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ, അപ്പോൾ അതൊക്കെ ഒരുപാട് എനിക്കൊന്ന് 99% മദേഴ്സിനും ഉണ്ടാവുന്നുണ്ട്. പക്ഷേ ആരും അത് തിരിച്ചറിയുന്നില്ല, അവർക്ക് പോലും മനസ്സിലാവുന്നില്ല. പിന്നെ വീട്ടിലുള്ളവർക്ക് എങ്ങനെ മനസ്സിലാവാനാ? അപ്പോൾ നമുക്ക് പ്രഗ്നൻസിയിലേക്ക് പോവാം. അപ്പോൾ എനിക്ക് 2 കുട്ടികളാണുള്ളത്, 2 പ്രഗ്നൻസീസ്. അപ്പോൾ ആദ്യത്തെ പ്രഗ്നൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ 26ാമത്തെ വയസ്സിലായിരുന്നു കേട്ടോ. അപ്പോൾ പ്രഗ്നൻ്റ് ആവുന്ന സമയത്ത് അന്നേരം നമ്മളിങ്ങനെ ചിന്തിച്ച കാര്യം പ്രഗ്നൻസി ഇനി ഒരുപാട് ഡിലേ ആക്കേണ്ട, കാരണം 26 വയസ്സായി. നമ്മൾ ബേസിക്കലി ഞാനൊരു മെഡിക്കൽ പ്രൊഫഷണലാണല്ലോ. അപ്പോൾ ഞാൻ കൂടുതലായിട്ട് നമ്മുടെ ഏജിനെ പറ്റിയിട്ടൊക്കെ ചിന്തിച്ചു. 25 ഓൾറെഡി കഴിഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞാൽ അങ്ങോട്ട് നമ്മുടെ ബേബിക്ക് ഹെൽത്തിന് ഇഷ്യൂ വരും, നമുക്ക് ഹെൽത്തിന് ഇഷ്യൂസ് വരും. അപ്പോൾ ഇനി ഡിലേ ആക്കേണ്ടെന്നുള്ള രീതിയിൽ കണ്ണും പൂട്ടി എന്നാൽ ഇനി അടുത്തത് പ്രഗ്നൻസി എന്നുള്ള രീതിയിൽ മുമ്പോട്ട് പോയതാണ്. അപ്പോൾ ഈ പ്രഗ്നൻ്റ് ആവാൻ
എന്നൊരു തീരുമാനം എടുക്കുന്ന സമയത്ത് എനിക്കോ ഹസ്ബൻഡിനോ യാതൊരു വെളിവും ബുദ്ധിയും ഇല്ല. നമ്മൾ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടും കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാം. അല്ലെങ്കിൽ ഒരു കുഞ്ഞുണ്ടായി കഴിയുമ്പോൾ അതിനെ നോക്കാൻ മെൻ്റലി നമുക്കൊരു പ്രിപ്പറേഷൻ വേണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് രണ്ടുപേർക്കും യാതൊരു ബോധവും ഇല്ലായിരുന്നു. അപ്പോൾ പ്രഗ്നൻ്റ് ആയിട്ട് ആദ്യത്തെ 2 മാസമൊന്നും എനിക്ക് കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് ഛർദിയും കാര്യങ്ങളൊന്നും ഇല്ല, രക്ഷപ്പെട്ടു എന്നൊക്കെയുള്ള രീതിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഗൾഫിലാണ് കേട്ടോ ആ സമയത്ത്. നമ്മൾ നാട്ടിൽ കാണുന്ന പോലെ നമ്മളെ കെയർ ചെയ്യാനായിട്ടൊന്നും ആരുമില്ല. ഞാൻ അന്നേരം വർക്ക് ചെയ്യുന്നില്ല, ഹസ്ബൻഡ് ഡ്യൂട്ടിക്ക് പോകും. പിന്നെയുള്ള സമയത്ത് ഞാൻ ഒറ്റയ്ക്കാണ് 8-10 മണിക്കൂറോളം ഇരിക്കുന്നത്. അപ്പം നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കണമെങ്കിൽ നമ്മൾ തന്നെ ഉണ്ടാക്കണം, അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് കേട്ടോ. പക്ഷേ എനിക്ക് കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ 2 മാസം കഴിഞ്ഞിട്ട് പല്ല് തേക്കണ സമയത്ത് ഞാൻ ഒന്ന് ഓക്കാനിച്ചു. ആ ഓക്കാനും പിന്നെ നിൽക്കുന്നത് എൻ്റെ കൊച്ചുണ്ടായി എന്നാണ്. കൊച്ചിനെ വെളിയിലെടുത്തതിന് ശേഷമാണ് ഞാൻ ആ ഛർദി നിർത്തുന്നത്. അതായത് കണ്ടിന്യൂസ് ഈ 9 മാസവും ഞാൻ ഛർദിച്ച് ഒരു വഴിക്കായി. ഛർദി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്നും തിന്നാനും കുടിക്കാനും ഒന്നും വേണ്ട, എനിക്കൊന്നും വേണ്ട, അതുപോലെ ഛർദിയാണ്. ഞാൻ പ്രഗ്നൻസിയുടെ സമയത്ത് 8 കിലോ എൻ്റെ വെയിറ്റ് കുറഞ്ഞു ഛർദി കാരണം. വെയിറ്റ് കൂടി വരേണ്ട സമയത്ത് വെയിറ്റ് കുറഞ്ഞു എൻ്റെ. അപ്പോൾ അത്രയ്ക്കും ഞാൻ ബുദ്ധിമുട്ടി. നമുക്ക് ഛർദ്ദിച്ച് കിടക്കുന്ന സമയത്ത് ഒരു വെള്ളം എടുത്തു തരാൻ പോലും ആരുമില്ല. വീട്ടിൽ പപ്പേനെയും മമ്മീനെയൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്തേയും ഞാൻ ഭയങ്കര സങ്കടപ്പെട്ടേയും ഒക്കെ ഒരു സമയമാണ്. ഹസ്ബൻഡ് പോയി കഴിഞ്ഞാൽ, ഡ്യൂട്ടിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ആരുമില്ല വീട്ടിൽ. അപ്പം അങ്ങനെ ഭയങ്കര ഒരു 6-7 മാസം വരെയും ഞാൻ അങ്ങനെ ഈ ഛർദി കൊണ്ട് ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്ത് എന്താണ് ഹസ്ബൻഡ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും വലിയ കാര്യമായിട്ട് കുക്കിംഗ് ഒന്നും അറിയത്തില്ല, എല്ലാം പരീക്ഷണങ്ങളായിരുന്നു. ഹസ്ബൻഡ് പിന്നെ കഷ്ടിച്ച് എങ്ങനെയെങ്കിലും ചോറും എന്തെങ്കിലും സാധനമൊക്കെ എനിക്ക് ഉണ്ടാക്കി തന്നിട്ടൊക്കെ പോകും. കാരണം എനിക്ക് ചോറ് തിളയ്ക്കുന്ന മണം ഒട്ടും സഹിക്കാൻ പറ്റത്തില്ല. ചോറ് വേവുന്ന മണം വന്നാൽ ഞാൻ പഞ്ചായത്തിൽ നിൽക്കത്തില്ല, അതുപോലെ എനിക്ക് ഛർദിയായിരുന്നു. പക്ഷേ ഒരു കുറച്ച് 5-6 മാസമൊക്കെ ആയപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര കൊതി നമ്മൾ നാട്ടിലെ ഭക്ഷണമൊക്കെ കഴിക്കാൻ. അതായത് ഇലച്ചോറും ചോറ് പാത്രത്തിലെടുത്ത് വെച്ചിട്ടുള്ളതും ഒക്കെ. പാവയ്ക്ക തീയൽ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. പാവയ്ക്ക തീയൽ കഴിക്കാൻ എനിക്ക് ഭയങ്കര കൊതി കേട്ടോ. പാവയ്ക്ക തീയൽ വെക്കാൻ പോയിട്ട് പാവയ്ക്ക കണ്ടാലറിയാം, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് പാവയ്ക്ക വെച്ച് ഞാനൊരു തോരൻ പോലും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ അതുതന്നെയല്ല, നമുക്ക് ഛർദി കാരണം കടുക് പൊട്ടിക്കാനോ എണ്ണ ചൂടാക്കുന്ന മണോ ഇതൊന്നും പറ്റത്തില്ല. പക്ഷെ എനിക്ക് കഴിക്കാൻ ഭയങ്കര കൊതി. പിന്നെ ഞാൻ ഛർദിച്ച് നിന്ന് യൂട്യൂബിലൊക്കെ നോക്കി തന്നെ ഉണ്ടാക്കിയൊക്കെ കഴിച്ചിട്ടുണ്ട്. അപ്പം ആദ്യത്തെ ഒരു പ്രഗ്നൻസിയിൽ അങ്ങനെ വോമിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയിട്ടോ. ഞാൻ 5-6 മാസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ദേഹത്തേക്കൊക്കെ നിറച്ച് പിഗ്മെൻറ്റേഷനും കാര്യങ്ങളും ഒക്കെ വരാൻ തുടങ്ങി. പിന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ ഒട്ടും ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ടുള്ള ഒരാളെ അല്ല. അതുകൊണ്ട് എനിക്ക് ശരീരത്തിന് ഫിസിക്കലി വന്ന മാറ്റങ്ങൾ, അതായത് ഒരുപാട് മാറ്റങ്ങൾ വന്നു കേട്ടോ. ഞാൻ ഭയങ്കരമായിട്ട് എന്താണ് ബോഡിയിൽ നീരൊക്കെ വെച്ച് അങ്ങനെ ഭയങ്കര പ്രശ്നങ്ങൾ വന്നു. അതൊന്നും പിന്നെ എനിക്ക് അത്ര വലിയ പ്രശ്നം ഉണ്ടാക്കിയില്ല. ഇതിൻ്റെ കൂട്ടത്തിൽ 4 മാസം ആയപ്പോഴത്തേക്കും ഷുഗർ വന്ന് ഞാൻ ഡയബറ്റിക് ആയി. അത് ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു കാര്യമായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ പഠിക്കുന്ന സമയത്തൊക്കെ കേട്ടിട്ടുണ്ട് ഇങ്ങനെ പ്രഗ്നൻസിയുടെ സമയത്ത് വരുന്ന ഡയബറ്റീസിനെ പറ്റി. പക്ഷെ ഞാൻ അങ്ങനെ ഉള്ള ഒരാളെ കണ്ടിട്ടുമില്ല. എനിക്ക് അങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോഴത്തേക്കും അതെനിക്ക് ഭയങ്കര അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു കേട്ടോ. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതും ഷുഗർ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് പ്രഗ്നൻസിയിൽ ഹോർമോൺസിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഭയങ്കര കൂടുതലായിരുന്നു. ഭയങ്കരമായിട്ട് ഹോർമോണൽ വേരിയേഷൻസ് ഒക്കെ വന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ട്. ഒന്നാമത്തെ വോമിറ്റിങ് കാരണം കഴിക്കാൻ വയ്യ. അതിൻ്റെ കൂടത്തിൽ ഷുഗറും കൂടി വന്നു കഴിഞ്ഞപ്പം അതും എനിക്ക് ഇൻസുലിൻ എടുക്കേണ്ടി വന്നു. എനിക്ക് ദിവസം 4 നേരം ഇൻസുലിൻ എടുക്കണം. 4 നേരം നമുക്ക് നമ്മളെ ഫിംഗർ ഇങ്ങനെ പ്രിക്ക് ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കണം എത്ര ഷുഗർ ഉണ്ടെന്ന്. നെക്സ്റ്റ് നമ്മൾ ഡോക്ടറെ കാണാൻ പോകുമ്പോഴത്തേക്കും നമുക്ക് ഈ ദിവസം 4 തവണ വെച്ച് നമ്മൾ ബ്ലഡ് ഷുഗർ ചെയ്തതിൻ്റെ ഒരു ചാർട്ടും നമ്മളെടുത്ത് ഇൻസുലിൻ്റെ ഇതൊക്കെ ആയിട്ടാണ് പോകേണ്ടത്. അപ്പം ഞാൻ ദിവസം 4 നേരം 3 നേരം സാധാരണ ഇൻസുലിനും രാത്രിയിലൊരു ലോങ് ആക്ടിങ്, അതായത് 24 hours നമ്മുടെ ഷുഗർ കുറച്ച് നിർത്തുന്ന ഇൻസുലിൻ അങ്ങനെ എടുത്തോണ്ട് പോകുന്നത്. അപ്പം അന്ന് ഇപ്പം വെറുതെ നമ്മൾ സാധാരണ നമ്മുടെ ഒരു അവസ്ഥയിൽ നമ്മൾ ഫിംഗറിൻ്റെ അറ്റത്ത് ഒരു പ്രിക്ക് ചെയ്യുന്നതോ അല്ലെ ഒരു ഇൻസുലിൻ കുത്തുന്നതോ ഒന്നും നമുക്ക് അത്ര വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ ഭയങ്കര സെൻസിറ്റീവാണ്. നമുക്ക് ബോഡി പെയിന്, ശരീരത്തിന് ഭയങ്കരമായിട്ടുള്ള അസ്വസ്ഥതകൾ ഓൾറെഡി ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഈ ഫിംഗറൊക്കെ പ്രിക്ക് ചെയ്യുന്ന സമയത്ത് സൈക്കോളജിക്കലി നമുക്ക് കുറച്ച് പ്രശ്നമാണ്. ഭയങ്കര സങ്കടവും ഭയങ്കര വേദനയും ഒക്കെ ആയിട്ട് തോന്നുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ഇൻസുലിൻ എടുക്കാനായിട്ട്
ഞാൻ തന്നെ എടുക്കണം. ഇപ്പോൾ ഒരുപാട് പേഷ്യൻസിനും ഒക്കെ നമ്മൾ ഇഞ്ചെക്ഷൻസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ സ്വന്തമായിട്ട് സ്വന്തം ബോഡിയിലേക്കൊരു നീഡിൽ കുത്തി ഇറക്കുക എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോഴൊക്കെ ആണെങ്കിൽ പെന്നുകളുണ്ട്, ഇൻസുലിൻ പെന്നുകൾ നമ്മൾ യൂസ് ചെയ്യും. നേരത്തെ എന്ന് പറഞ്ഞാൽ സിറിഞ്ച് നീഡിലും വെച്ചിട്ട് തന്നെ എടുക്കണം. അപ്പം ഹസ്ബൻഡ് ഉള്ള ദിവസങ്ങളിൽ ഹസ്ബൻഡ് ആഴ്ചയിൽ ഒരു ദിവസമായിരിക്കും നമ്മുടെ കൂട്ടത്തിലുള്ളത്. പിന്നെ ബാക്കി മിക്കപ്പോഴും 2 നേരം അല്ലെങ്കിൽ 3 നേരം നമ്മൾ തന്നെ ഇൻസുലിൻ എടുക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നി. അവസാനം വിചാരിച്ചു എന്നാൽ ഇനി നാട്ടിൽ പോവാം എന്ന് വിചാരിച്ചിട്ടൊരു 7ാമത്തെ മാസം ആയപ്പോഴത്തേക്കും നാട്ടിലേക്ക് പോയി. നാട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞിട്ട് അവിടെ ചെന്നിട്ടും എൻ്റെ ഛർദിക്കും കാര്യങ്ങൾക്കും ഒന്നും കുറവില്ലായിരുന്നു. അപ്പോൾ ഈ ഗൾഫിൽ നിൽക്കുന്ന സമയത്ത് എൻ്റെ വിചാരം എന്നെ നോക്കാൻ ആരുമില്ല, കെയർ ചെയ്യാൻ ആരുമില്ല. ഹസ്ബൻഡിന് പറ്റുന്ന പോലെ കിടന്ന് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് അന്നേരം അങ്ങനെയല്ല. എനിക്ക് നാട്ടിൽ പോകണം, വീടും വീട്ടുകാരുടെയും അടുത്തുനിന്ന് നമുക്ക് കിട്ടുന്നൊരു ഓവർ കെയർ ഉണ്ടല്ലോ, അതാണ് എൻ്റെ മനസ്സിൽ മുഴുവൻ കിടക്കുന്നത്. അപ്പോൾ അങ്ങനെ നാട്ടിൽ പോയി. നാട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ടും എൻ്റെ ഛർദിക്കും എൻ്റെ ബുദ്ധിമുട്ടുകൾക്കും ഒരു കുറവുമില്ല. അന്നേരം എനിക്ക് മനസ്സിലായി നമ്മുടെ ചുറ്റിനും ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും പ്രഗ്നൻസി ആയിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനത്തെ ഹെൽത്ത് ഇഷ്യൂസ് അല്ലെങ്കിൽ സ്ട്രഗിളുകൾ ഉള്ളവർക്ക് അവർക്കത് സഹിച്ചേ പറ്റത്തുള്ളൂ. പിന്നെ ഛർദിച്ചിട്ട് ഏതെങ്കിലും മൂല കിടന്നാൽ മതി, കഞ്ഞിയോ ചോറോ അല്ലെങ്കിൽ കഴിക്കാൻ ഇഷ്ടമുള്ളതൊക്കെ സമയത്ത് നമുക്ക് നാട്ടിലാണെങ്കിൽ എത്തിച്ചു തരാനെങ്കിലും ആരെങ്കിലും ഉണ്ടെന്ന് വിചാരിക്കാം. എല്ലാവരുടെയും കാര്യമല്ല, ചിലർക്കെങ്കിലും ഒരു പരിധി വരെ ആളുകൾക്ക് അച്ഛനോ അമ്മയോ ബന്ധുക്കളോ ഒക്കെ സഹായത്തിന് കാണുമെന്ന് തോന്നുന്നു. അപ്പം അങ്ങനെ നാട്ടിലെത്തിയതിന് ശേഷം ഇങ്ങനെ ഷുഗറിൻ്റെ കാര്യത്തിൽ ഒരു കുറവുമില്ല. ഷുഗർ ഭയങ്കരമായിട്ട് ഇങ്ങനെ കൂടിയിരിക്കുകയാണ്. അപ്പം പിന്നെ വയറെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കണ്ട ആൾക്കാർ വഴി മാറി നടക്കുമായിരുന്നു. അതുപോലെ വയറായിരുന്നു എനിക്ക് സ്റ്റെപ്പ് ഇറങ്ങാനോ അല്ല നേരെ നോക്കി നടക്കാൻ പറ്റുന്നില്ല വയറ് കാരണം. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ, പിന്നെ നമുക്ക് ശ്വാസം മുട്ടൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതാണ് ഫസ്റ്റ് പ്രഗ്നൻസിയിൽ ഛർദിയായിരുന്നു മെയിൻ. ഞാൻ പിന്നെ വർക്ക് ചെയ്യുന്നില്ലാതിരുന്നതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു പോയി. ഇനി 2ാമത്തെ പ്രഗ്നൻസിയിലേക്ക് വരുമ്പോഴത്തേക്കും ഇനി പ്രഗ്നൻസിയുടെ കാര്യങ്ങൾ ആദ്യം പറഞ്ഞിട്ട് നമുക്ക് രണ്ട് ഡെലിവറികളും ഭയങ്കര സംഭവബഹുലമായ കഥകളാണ്. അതുകൊണ്ടാണ് ഡെലിവറിയുടെ കാര്യങ്ങൾ രണ്ടും ഒരുമിച്ച് അറിയാം. പ്രഗ്നൻസി ആദ്യം പറയാം. അപ്പോൾ 2ാമത്തെ പ്രഗ്നൻസിയിലും ഓൾമോസ്റ്റ് സ്റ്റോറി എല്ലാം സെയിം ആണ്. 4ാമത്തെ മാസം എന്നുള്ളതിന് പകരം 2ാമത്തെ മാസത്തിൽ തന്നെ എനിക്ക് വീണ്ടും ഷുഗർ ഡയഗ്നോസ് ചെയ്തു. ഈ പ്രഗ്നൻസിയിലുള്ള ഷുഗർ മിക്കപ്പോഴും നമ്മൾ ഡെലിവറി കഴിയുമ്പോൾ ഷുഗർ അങ്ങ് പോകും കേട്ടോ. പിന്നെ നമ്മൾ വളരെ നോർമലായിട്ട് തന്നെയാണ് കേട്ടോ. ചില ആളുകൾക്ക് പോവാണ്ടിരുന്നും കണ്ടിട്ടുണ്ട്. പക്ഷേ എൻ്റെ കാര്യത്തിൽ ഡെലിവറി കഴിഞ്ഞ് പിറ്റേ ദിവസം തൊട്ട് ഷുഗറിൻ്റെ വാല്യൂസൊക്കെ നോർമലായിരുന്നു കേട്ടോ. അപ്പോൾ സെക്കൻഡ് ബേബിയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയായിരുന്നു. ആദ്യമേ തന്നെ ഡയബറ്റീസ് ആയി. പിന്നെ വോമിറ്റിങ് ഞാൻ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുന്നത് തന്നെ ഞാൻ ഛർദ്ദിച്ചിട്ടാണ്, വോമിറ്റ് ചെയ്തിട്ടാണ്. ഇനി വല്ല സാധ്യത ഉണ്ടോയെന്ന് ഓർത്തുകൊണ്ട് നോക്കുന്നത്. ആ വോമിറ്റിങ് അവിടുന്ന് തുടങ്ങിയിട്ട് കുഞ്ഞുണ്ടാവുന്ന അന്ന് രാവിലെ വരെ ഞാൻ വോമിറ്റ് ചെയ്തിട്ടാണ് ബേബി ഉണ്ടാവുന്നത്. അപ്പം അത്രയും ഈ 9 മാസവും ഞാൻ വോമിറ്റ് ചെയ്ത് തന്നെയാണ് പോയത്. ഷുഗർ അതുപോലെ പിഗ്മെൻറ്റേഷനും കാര്യങ്ങളും ഓൾമോസ്റ്റ് സെയിം ആയിരുന്നു, എല്ലാ ബുദ്ധിമുട്ടുകളും. പിന്നെ ഈ 2 പിള്ളേരും ഒരു 2 ആഴ്ച മുന്നേ ആണ് കേട്ടോ അവരുണ്ടാവുന്നത്. കാരണം എൻ്റെ ഷുഗർ അൺകൺട്രോൾഡ് ആയിരുന്നുകൊണ്ട്. അപ്പോൾ ഈ ഡോക്ടറൊക്കെ ലാസ്റ്റ് നമ്മുടെ എൻഡോക്രൈനോളജി ഡോക്ടറൊക്കെ പറഞ്ഞു, ഇനി പ്രഗ്നൻ്റ് ആയിട്ട് ഈ വഴിക്ക് വന്നേക്കരുത്, ഇനി ഒരു പ്രഗ്നൻസി കൂടി താങ്ങാനായിട്ടുള്ള ആരോഗ്യം നമുക്കില്ല. കാരണം ഷുഗർ അതുപോലെ ഇത്രയും ഇൻസുലിൻ ഹൈ ഡോസിലാണ് ഞാൻ എടുത്തുകൊണ്ടിരുന്നത്. ഭക്ഷണം കഴിക്കാൻ വൊമിറ്റിങ് കാരണം ഒരു നിവർത്തിയില്ല താനും, എന്നിട്ടും ഷുഗർ ഭയങ്കര ഹൈ. പിന്നെ 2ാമത്തെ പ്രഗ്നൻസിയിൽ ഒരു 7 മാസമൊക്കെ കഴിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ പിന്നെ കൊതിയുള്ളതൊക്കെ അങ്ങ് കഴിക്കുമായിരുന്നു കേട്ടോ. എന്നിട്ട് പോയി ഛർദ്ദിക്കും, അങ്ങനത്തെയൊക്കെ രീതിയിലായിരുന്നു. അപ്പോൾ 2ാമത്തെ പ്രഗ്നൻസിക്ക് ഞങ്ങൾ നാട്ടിലേക്കൊന്നും പോയില്ല. കാരണം ആദ്യത്തേതിൽ നിന്നും തന്നെ എനിക്ക് ഏറെക്കുറെ മനസ്സിലായി നമുക്ക് നമ്മുടെ ബുദ്ധിമുട്ടുകൾ നമ്മൾ തന്നെ സഹിക്കണം. പിന്നെ നാട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ബാക്കി എല്ലാവരും ഉണ്ടെങ്കിലും ഹസ്ബൻഡ് അടുത്ത് വേണം എന്നുള്ളൊരു തോന്നൽ വേറൊരു വഴിക്ക് അത് നമുക്ക് തരുന്ന ഒരു സന്തോഷവും സമാധാനവും വേറെ ഒന്ന് തന്നെയാണല്ലോ. അപ്പോൾ അത് വിചാരിച്ചപ്പോൾ ഞാൻ ബാക്കിയെല്ലാം നോക്കിയപ്പോൾ എനിക്ക് എൻ്റെ ഹസ്ബൻഡ് അടുത്ത് നിന്നാൽ മതി എന്നുള്ളൊരു രീതിയിൽ ഞങ്ങൾ നാട്ടിൽ പോകുന്നില്ല എന്ന് വെച്ചു കേട്ടോ. അപ്പം അങ്ങനെയാണ് 2 പ്രഗ്നൻസികളും. അത് ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്ക് അറിയത്തില്ല. അപ്പം ഈ വൊമിറ്റിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു 7 മാസത്തിനൊക്കെ ശേഷം വൊമിറ്റ് ചെയ്യുന്ന കൂടത്തിൽ നമ്മളിങ്ങനെ യൂറിനൊക്കെ ഈ കൂടത്തിൽ പോകും.
കൺട്രോൾ കിട്ടത്തില്ല നമുക്ക്. അല്ലെങ്കിൽ തന്നെ എപ്പോഴും യൂറിൻ പാസ് ചെയ്യണം എന്നൊക്കെയുള്ള ഒരു ഫീലിംഗ് ഉണ്ട് നമ്മൾ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന സമയത്ത്. ഇതെന്ന് പറഞ്ഞാൽ ഇത്ര വലിയ വയറാണ്. അപ്പോൾ ഈ വൊമിറ്റ് ചെയ്യുന്ന സമയത്ത് വയറൊക്കെ ഇങ്ങനെ പൊങ്ങി മുകളിലേക്ക് ഇങ്ങനെ വരുവാണ്. അപ്പോൾ ഒറ്റ വൊമിറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് യൂറിനൊക്കെ പോകും. ഇപ്പോൾ നമ്മൾ വണ്ടിയിലിരിക്കുന്ന സമയത്തൊക്കെയാണ് ഞാൻ എപ്പോഴും കയ്യിൽ കവറും പിടിച്ചുകൊണ്ടാണ് കാറിൻ്റെ അകത്തൊക്കെ കയറിയിരിക്കുന്നത്. എപ്പോഴാണ് വൊമിറ്റ് ചെയ്യുന്നതെന്ന് അറിയത്തില്ല. അപ്പോൾ കാറിലാണെങ്കിൽ കാറിൽ എവിടെ ഇരുന്ന് വൊമിറ്റ് ചെയ്താലും എൻ്റെ വയർ അനങ്ങുന്നതനുസരിച്ച് യൂറിൻ പോകും. അങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ വേറെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് പ്രഗ്നൻസിയുടെ 2 പ്രഗ്നൻസിയുടെ ഒരു പീരീഡും കഴിഞ്ഞു പോയത്. നമ്മളാകെ കേൾക്കാറുള്ളത് വൊമിറ്റിങ്, ചിലർക്ക് വൊമിറ്റിങ് കാണും, ഫുഡ് കഴിക്കാൻ മേല എന്നൊക്കെ പറയുന്നതൊക്കെ. അതിതിലെ വെറും ചെറിയൊരു കാര്യം മാത്രമാണ് കേട്ടോ. അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നമുക്ക് തല കറങ്ങുന്നതും പ്രത്യേകിച്ച് സൈക്കോളജിക്കലി നമുക്കുണ്ടാകുന്ന ഇമോഷണൽ വേരിയേഷൻസ് ഭയങ്കരമാണ്. ഭയങ്കര ചെറിയ കാര്യത്തിന് ദേഷ്യം വരും, ചെറിയ കാര്യത്തിന് സങ്കടം വരും. നമ്മൾ പെട്ടു, ഇനി ഇതിൽ നിന്ന് ഊരി പോകാനൊരു നിവൃത്തിയില്ലല്ലോ, കൊച്ചു വയറ്റിലായിപ്പോയല്ലോ ദൈവമേ, ഞാൻ എന്ത് ചെയ്യും എന്നുള്ള, വേണ്ടായിരുന്നു എന്നുള്ള പല തോന്നലുകൾ ഒരു വഴിക്ക്. ഇതുകൂടാതെ വയറ്റിൽ കിടക്കുന്ന കൊച്ചിന് എന്തെങ്കിലും കുഴപ്പങ്ങൾ കാണുമോ, എന്തെങ്കിലും ജനറ്റിക് ഡിസോർഡേഴ്സ് കാണുമോ, അങ്ങനെയൊക്കെയുള്ള പേടികൾ നമ്മൾ പുറത്തേക്ക് പറയാൻ പോലും പേടിക്കുന്ന ഒരുപാട് പേടികളുണ്ടാവും. പിന്നെ നമ്മുടെ ഒപ്പം പ്രഗ്നൻ്റ് ആയിട്ട് നടക്കുന്ന വേറെ ആൾക്കാരെ കാണുമ്പോൾ നമുക്കൊരു അത്ഭുതം തോന്നും. അവർക്ക് ഛർദിയോ കാര്യങ്ങളോ ഒന്നുമില്ല. അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന സമയത്ത്, ഞാൻ 2ാമത്തെ പ്രഗ്നൻസിയുടെ സമയത്ത് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്തും ഒക്കെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആൾക്കാർ അവർ ഓരോ 2 മണിക്കൂർ ഇടവിട്ട് അവർ ഫുഡ് കഴിക്കുന്നു, വെള്ളം കുടിക്കുന്നു, കൃത്യമായിട്ട് അവരുടെ റൊട്ടീൻ, അവരുടെ ഹെൽത്ത് അവർ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നു. ഞാൻ ഈ 2 മണിക്കൂർ ഇടവിട്ട് ഛർദ്ദിക്കുന്നു, പിന്നെയും ഛർദ്ദിക്കുന്നു, ഇതൊക്കെ തന്നെയായിരുന്നു എൻ്റെ പണി. പിന്നെ വർക്ക് ചെയ്യുന്ന സമയത്തെന്ന് വെച്ചാൽ ഈ രാത്രിയിൽ മിക്കപ്പോഴും ഛർദ്ദിച്ച് ഒരു വഴിക്കായിട്ട് എമർജൻസിയിൽ പോകും. അവിടുന്ന് ട്രിപ്പൊക്കെ ഇട്ട് കിടന്നിട്ട് വീണ്ടും രാവിലെ നേരെ ഡ്യൂട്ടിക്ക് പോകേണ്ടി വന്നിട്ടുണ്ട്. നമുക്ക് ലീവ് എടുക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. അപ്പോൾ രാത്രിയിൽ ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ ഹസ്ബൻഡ് എൻ്റെ അടുത്ത് ഇല്ലാത്ത ദിവസങ്ങളിലാണ്. അപ്പോൾ ഹസ്ബൻഡ് ദൂരെയായിരുന്നു അപ്പോൾ വർക്ക് ചെയ്യുന്നത്. ആഴ്ചയിൽ 3 ദിവസം ആളെൻ്റെ കൂടത്തിൽ കാണത്തില്ല. അപ്പോൾ ഞാനും മൂത്ത കൊച്ചും മാത്രമേ വീട്ടിലുണ്ടാകത്തുള്ളൂ. അപ്പോൾ ഞങ്ങൾ 2 പേരും കൂടി എമർജൻസി പോകും. അവൾ എൻ്റെ കൂടത്തിൽ ഇരിക്കും കേട്ടോ. ഉറക്കമില്ലാണ്ട് കൊച്ചും ഇരിക്കും. പിന്നെ നമ്മൾ കിടക്കുന്ന ബെഡിൻ്റെ സൈഡിലൊക്കെ അതിനെയും കയറ്റി കിടത്തി 3 മണി 4 മണിയൊക്കെ വെളുപ്പിനാകുമ്പോഴത്തേക്കും നമ്മൾ തിരിച്ച് വീട്ടിൽ വരും. പിറ്റേ ദിവസം രാവിലെ കൊച്ചിനും സ്കൂളിൽ പോകണം, എനിക്കും പോകണം. അപ്പോൾ ഈ ഉറക്കമില്ലാതെ ഈ 2ാമത്തെ പ്രഗ്നൻസിയുടെ സമയത്ത് എൻ്റെ കൊച്ചും ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് വേണ്ടിയിട്ട് ഒത്തിരി അവളും അങ്ങനെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ എന്നാ പറയുന്നത്, ഞാനിങ്ങനെ ഓർക്കുന്നുണ്ട്, എനിക്ക് ഭയങ്കര സങ്കടവും ഒക്കെ വന്നിട്ട് ഞാൻ അവളുടെ മടിയിൽ വരെ കിടന്നിട്ടുണ്ട്. ഞാൻ ഇച്ചിരി നേരം മടിയിൽ കിടന്നിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് കേട്ടോ നമ്മളൊരു പ്രഗ്നൻസിയിലേക്ക് കടന്നു കഴിയും.